ഇന്ത്യ എന്ന മഹാരാജ്യത്തെ 1947 മുമ്പ് നമ്മളൊന്നിച്ച് പോരാടി ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ നേടിയെടുത്തു. 15 വർഷക്കാലം ബ്രിട്ടീഷുകാരുടെ ജയിലിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തടവുകാരനായി ജീവിച്ചു. അതിനുശേഷം ഇന്ത്യ രാജ്യത്ത് ധാരാളം പ്രധാനമന്ത്രിമാർ, ഭരണമാറ്റങ്ങൾ, കോൺഗ്രസ് അല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളെല്ലാം രാജ്യം ഭരിച്ചു. ഇന്ന് 142 കോടി ജനങ്ങൾ ചിന്തിക്കേണ്ടതും ഗൗരവത്തിലെടുക്കേണ്ടതുമായ ഒരു വിഷയം ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിലേക്കൊരു സന്ദേശമായി നൽകുന്നതിന് വേണ്ടിയാണ് ഈ വോയിസ് വിടുന്നത്. നമ്മുടെ ജനാധിപത്യവും മതേതരത്വ സങ്കല്പങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ പഠിക്കാൻ ഇനിയും വൈകിക്കൂടാ എന്നാണ് എനിക്ക് പറയാനുള്ളത്. രാജ്യത്തിൻ്റെ ജനാധിപത്യ സ്വഭാവങ്ങൾ, ഭരണഘടനാ സ്വഭാവങ്ങൾ, ഗവൺമെൻറ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങൾ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്കനുസരിച്ച് വിജയത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നാം വളർത്തിയെടുത്ത ഇന്ത്യ രാജ്യത്തിൻ്റെ മഹത്തായ ജനാധിപത്യം നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഈ ചിന്ത ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നതിന് പകരം നമ്മൾ നമ്മുടെ ജനാധിപത്യം അപകടത്തിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി ഓരോ പൗരനും മനസാക്ഷിയിലേക്ക് ആഴ്ന്നിറങ്ങി ചിന്തിച്ച് യൂണിറ്റി വിത്ത് ഫൈറ്റ് ടു പ്രൊട്ടക്റ്റ് ഇന്ത്യൻ നാഷണൽ ഇൻ്റഗ്രേഷൻ, ഈ പോയിന്റിലേക്ക് നമ്മളെല്ലാവരും എത്തിച്ചേരണമെന്നുള്ള ഒരു അഭ്യർത്ഥന എൻ്റെ സഹോദരീ സഹോദരന്മാരായ ഇന്ത്യയിലെ 142 അതിലധികം വരുന്ന ജനകോടികളിലേക്ക്, 142 കോടി, 143 കോടി ഇങ്ങനെയൊക്കെ പറയുന്നു കണക്കുകൾ. ഇത്രയും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്താണ് എന്ന് അറിയണമെങ്കിൽ അത് നഷ്ടപ്പെടണം. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല എന്നുള്ള വസ്തുതയാണ് ഞാൻ ഈ സന്ദേശത്തിലൂടെ എൻ്റെ സഹോദരി സഹോദരന്മാരെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. വെൽ ഡൺ, താങ്ക്സ്, ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലസ് യു, അവർ ഇന്ത്യ വിത്ത് പീപ്പിൾ ഓഫ് ഇന്ത്യ, വിത്ത് വേൾഡ് പീസ് ഓഫ് വേൾഡ്. ഓക്കെ, വെൽ ഡൺ, താങ്ക്സ്.